സെർജിയോ കാസ്റ്റൽ ടു കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറയുന്നത്. കാരണം ഒരു വെർബൽ കോൺട്രാക്റ്റിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വരെ നമ്മളോട് സൂചിപ്പിച്ച് കൊടുക്കുന്നത്. ഈ സൈനിങ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ്. സൂപ്പർ കപ്പിൻ്റെ മുമ്പോടിയായിട്ടുള്ള ഒരു സൈനിങ് ഉണ്ടാകുമെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നല്ലോ, അത് ഇതാവാനാണ് സാധ്യത. ഇനി കോച്ചിൻ്റെ കാര്യം കൂടെ വ്യക്തമാക്കണം. അതായത് കോച്ചിനെയും ഏകദേശം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ സൂപ്പർ കപ്പിൻ്റെ മുമ്പായിട്ട് കൊണ്ടുവരുമെന്നുള്ള മാർക്കസ് മെർഗുലാവിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതും റെഡി ആവാനുള്ള സാധ്യത കൂടുതലാണ്. കോച്ചിൻ്റെ തീരുമാനമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇനി താരങ്ങളെ എടുക്കുന്നതും അല്ലെങ്കിൽ താരങ്ങളെ ടീമിലെത്തിക്കുന്നതും ആ കോച്ചിൻ്റെ തീരുമാനത്തിലായിരിക്കും എന്നുള്ളത്. അതിൻ്റെയൊക്കെ കൂട്ടിക്കുറച്ച് നമ്മൾ നോക്കുമ്പോൾ കോച്ചും ഏറെക്കുറെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചാണോ അതല്ലെങ്കിൽ സ്പാനിഷ് കോച്ചാണ് എന്നുള്ള വാർത്തകളൊക്കെ പരക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള കോച്ചാവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഈ ഒരു സൈനിങ്ങിൽ നിന്ന് നമുക്ക് കുറച്ച് വ്യക്തമാണ്. ഇനി നമുക്ക് നേരെ സെർജിയോ കാസ്റ്റലിലേക്ക് വരാം. വെർത്ത് ആയിട്ടുള്ള ഒരു സൈനിങ് ആണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. 30 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കളിക്കാരനാണ്. ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരനാണ്. ഫ്രം സ്പെയിനാണ്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. സ്പീഡുള്ള ഒരു കിടിലൻ പ്ലെയറാണ്. പരിചിതമായിട്ടുള്ള മുഖമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഈ ഒരു താരത്തെ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അതിലുപരി ലാലിഗ 2 പോലെയുള്ള ഇതിലൊക്കെ കളിച്ചിട്ടുണ്ട്, ലീഗിൽ കളിച്ചിട്ടുണ്ട്. ഇന്ന് 6 കോടിയോളം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലെയറാണ്. 2019-18 സീസണിൽ വെറും 11 മത്സരങ്ങളിൽ നിന്നും 7 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു കിടിലൻ താരമാണ്. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും ഇഞ്ചുറി എന്നത് ഒരു വലിയ മൈനസാണ്. അത് നല്ലോണം എഫക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് എന്ന് വേണം പറയാൻ. അത് ISL-ലായാലും ISL വിട്ടുപോയിട്ട് വേറൊരു ലീഗിൽ പന്ത് തട്ടിയിട്ടുള്ള ആ ഓരോ ക്ലബ്ബുകളിലായാലും അദ്ദേഹം ഇഞ്ചുറിക്ക് കൂടുതൽ തവണ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇഞ്ചുറി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു താരത്തിൻ്റെ കടന്നുവരവ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു? ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഹീസസ് ഇമിനിയസും കാസ്റ്റലും തമ്മിലുള്ള ആ ഒരു സ്പാനിഷ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ള തീരുമാനം വളരെ വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം മുമ്പ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം കാരണം സീസൺ വരെ ഔട്ടായിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷേ 2021-22 സീസണിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചത് അല്ലെങ്കിൽ ഫൈനലിൽ വരെ എത്തിച്ചത് ഈ ഒരു സ്കില്ലാണ്. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇമ്പാക്റ്റാണ് ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ചെലുത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീഡാണ്. താരത്തെ സംബന്ധിച്ചിടത്തോളം നല്ല സ്പീഡുള്ളൊരു പ്ലെയറാണ്. ജീസസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജീസസ് ഇമിനിയസ് എന്ന് പറയുന്നത് ഒരു സ്പീഡുള്ളൊരു പ്ലെയർ അല്ല. ബട്ട് അദ്ദേഹം നല്ല ഫോക്കസിംഗ് ആണ്. തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പന്ത് പായിപ്പിക്കുന്നതിൽ, ഗോൾ കണ്ടെത്തുന്നതിൽ നല്ല ഫോക്കസിംഗ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഈ 2 പേരും കൂടെ കൂടുമ്പോൾ ഏറെക്കുറെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റ നിര നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നോഹ സദോയുടെ വിങ് പ്രസൻറ്റേഷനും കൂടെ ഉണ്ടാകുമ്പോൾ ഉപകാരപ്രദമായിരിക്കും. എന്നാൽ ഇതിൽ നിന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയാൽ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. നോഹ സദോയി ഒരു സ്പീഡ് പ്ലെയറാണ്. അദ്ദേഹത്തെയും ആ ഒരു വിങ്ങിൽ കൊണ്ടുവന്നു. നമ്മുടെ സെർജിയോ കാസ്റ്റലിനെയും ഈ ഒരു സെൻട്രൽ ഫോർവേഡ് നിരയിലേക്ക് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും 2 ഭാഗത്തും ഒരു സ്പീഡ് തമ്മിലുള്ള ചിലപ്പോൾ വളരെ വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ലൂണയും കൂടെ മധ്യനിരയിലായാൽ ഡിഫൻസ് നിരയിൽ വേറെ ആര്, അതായത് ഒരു വിദേശ നിര താരം ആര് എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മിലോസ് റിൻസിച്ച് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു വലിയ മാറ്റങ്ങൾക്ക് സൂചന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീമിൻ്റെ ഉള്ളിലുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ക്വാമി പെപ്ര 100% ഉറപ്പാണ് താരമായിരിക്കും പോകാനിരിക്കുന്നത്. അല്ലാതെ വേറൊരു താരത്തെ ഒഴിവാക്കാനായിട്ട് സാധ്യത ഞാൻ കാണുന്നില്ല. നല്ലൊരു സൈനിങ് ആണോ ചീത്ത സൈനിങ് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ഒരു താരം നല്ല ഇടിവെട്ട് പെർഫോമൻസ് ആണ് ആ ഒരു 2018-19 സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് നമ്മൾ വെർത്തായിട്ടുള്ള ഒരു സൈനിങ് ആണ് എന്ന് പറയുന്നത്. ഇഞ്ചുറികളും കാര്യങ്ങളും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ താരം പൊളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും. അതിലേക്കും ബൈ.